നമസ്കാരം. കണ്ണൂർ മാനിഫെസ്റ്റോയിലേക്ക് സ്വാഗതം. വലിയ രാഷ്ട്രീയ സന്ദേശം നൽകി ഇന്ന് 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന സെമിനാർ തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചയായി തുടരുന്നത്. ഈ സെമിനാറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ, സെമിനാറിൽ പങ്കെടുത്ത KV തോമസ് മുന്നോട്ട് വെച്ച നിലപാട്, ഇതൊക്കെയാണ് കണ്ണൂർ മാനിഫെസ്റ്റോ പരിശോധിക്കുന്നത്. ഏതായാലും രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് MK സ്റ്റാലിൻ പറഞ്ഞത്. കേന്ദ്രത്തിനെതിരെ യോജിച്ച് മുന്നോട്ട് പോകണമെന്നും MK സ്റ്റാലിൻ സെമിനാറിൽ പറഞ്ഞു. സ്റ്റാലിൻ്റെ വാക്കുകൾ കേൾക്കാം. ആദ്യമായി നിങ്ങളുടെ മുഖ്യമന്ത്രി തിരു പിണറായി വിജയന് ഞാൻ അനുമോദിക്കുന്നു. അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായി തൻ്റെ കടമകൾ നന്നായി നിർവഹിക്കുന്നതിന് കൊണ്ട് മാത്രമല്ല, അതോടൊപ്പം ഇന്ത്യയിലുള്ള മുഖ്യമന്ത്രിമാർകളിൽ ഒരു ലൈൻമാൻ ആയിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് റൈറ്റ്സ്, സെക്യുലറിസം, ഈക്വാലിറ്റി, ഫ്രട്ടർണിറ്റി, വുമൻസ് റൈറ്റ്സ്, ഇതിൻ്റെ യാക്കെ മുഖമാണ് സഖാവ് പിണറായി വിജയൻ. இந்த மாநாடு நடக்கும் கண்ணூர் என்பது வீரத்தின் விளைநிலம் என்று சொல்லக்கூடிய ஊர், தியாகத்தின் பூமியாக இருக்கிற ஊர் இந்த ஊர். எல்லாத்தினும் மேல் என்ற பேரு ஸ்டாலின். எல்லாத்திலும் மேல் என்ற பேரு ஸ்டாலின். இதனை காலம் நீங்களுக்கும் എനിക്കും ഉള്ള ബന്ധത്തെ അടയാളപ്പെടുത്താൻ മറ്റൊരു കാരണവും ആലസ്യവും ഇല്ല. ഏതായാലും MK സ്റ്റാലിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഏതായാലും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് MK സ്റ്റാലിൻ ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ചുരുക്കി MK സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച്. സുനിൽ, ഈ സെമിനാറിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അടിവരയിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ എല്ലാം കവർന്നെടുക്കുമ്പോൾ, സംസ്ഥാനങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും നൽകാതെ എല്ലാം നിഷേധിക്കുമ്പോൾ, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി സംസ്ഥാനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇരു നേതാക്കളും പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെഡറൽ സംവിധാനം തകർക്കുന്നതിന് തുടക്കം കുറിച്ചത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരുകളാണ് എന്നുള്ളതാണ്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത്, ഇടതുപക്ഷം പിന്തുണ നൽകിയ കാലത്ത് പൊതു മിനിമം പരിപാടിയിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുപോലും കോൺഗ്രസ് സർക്കാർ പരിഗണിച്ചില്ല. പിന്നീട് വന്ന BJP സർക്കാർ ഈ ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് തുടർന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും ഒന്നൊന്നായി കവർന്നെടുക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ വികസന പദ്ധതികൾ കൂടി കേന്ദ്രം തകർത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളായിരുന്ന പാലക്കാട് കോച്ച് ഫാക്ടറിയും തിരുവനന്തപുരത്തെ റെയിൽവേ മെഡിക്കൽ കോളേജ്, ശബരി പാത ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ തകിടം മറിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോഴും പല പദ്ധതികൾക്കും അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിദേശ വിമാന കമ്പനികളുടെ സർവീസ് തുടങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ റെയിലിന് അനുമതി ലഭിക്കുന്നതിനെല്ലാം വേണ്ടി കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇത് ഭരണഘടനാ തത്വങ്ങളെ തന്നെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം എന്ന സൂചനയാണ് പിണറായി വിജയൻ നൽകിയത്. സെമിനാറിൽ സംസാരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ സംബന്ധിച്ച് മുഖവുരയോടുകൂടിയായിരുന്നു പ്രസംഗം ആരംഭിച്ചത്. മാത്രമല്ല, തമിഴ്നാടും DMKയും കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ഉള്ള ഒരു അടുപ്പത്തെക്കുറിച്ചും അദ്ദേഹം തുടക്കത്തിൽ തന്നെ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തുള്ള ഉരുക്കു മനുഷ്യരിൽ ഒരാളാണ് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത്.
ഇന്ന് രാജ്യത്തുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. പിണറായി വിജയനാണ് തൻ്റെ വഴികാട്ടി എന്ന് പറയുന്നതിന് മടിയില്ലെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. തമിഴ് പത്രങ്ങൾ മുഴുവൻ പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച്, ഈ കേരള സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച്, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സർവ്വതല സ്പർശിയായ വികസനം നടപ്പാക്കുന്ന ഈ കാര്യങ്ങൾ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിൽ പോലും പ്രധാന വാർത്തയാണെന്നും സ്റ്റാലിൻ സൂചിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും ഈ പലതരത്തിലുള്ള വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അതിന് നാന്ദി കുറിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് MK സ്റ്റാലിനും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന ഈ ഒരു സെമിനാർ നൽകിയത്. അതോടൊപ്പം തന്നെ MK സ്റ്റാലിനും മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ ഒരുമിച്ച് പങ്കെടുത്തപ്പോൾ ഇരുവരുടെയും പ്രസംഗം അത് കേരളത്തിൻ്റെയും തമിഴ് ജനതയുടെയും കാലങ്ങളായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയായിരുന്നു. സുനിൽ, വളരെയധികം നന്ദി സന്തോഷ്. എന്തായാലും MK സ്റ്റാലിനും ഇന്ന് പിണറായി വിജയനുമൊക്കെ തന്നെ ഈ സെമിനാറിൽ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് BJPയെ പരാജയപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന ഇന്നത്തെ ഈ സെമിനാറിൽ നടത്തിയിരിക്കുന്നത്. സുനിൽ, ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം എന്ന് പറഞ്ഞാൽ വിശാലമായൊരു മതേതര ബദലാണ്. ഈ മതേതര ബദൽ എന്ന് പറഞ്ഞാൽ അത് ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ സ്റ്റാലിൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് പോലും സ്റ്റാലിൻ എന്നാണ്. നമ്മൾ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് പുരോഗമന ആശയങ്ങൾ അധിഷ്ഠിതമായിരുന്നു. തമിഴ്നാട്ടിൻ്റെ ചരിത്രം തന്നെ ഈ ദ്രാവിഡ മുന്നേറ്റം ഒരു വശത്ത്, മറുവശത്താവട്ടെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശാലമായ ഒരു രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു ആഹ്വാനമാണ് ഇന്ന് ഈ സെമിനാറിൽ കേട്ടത്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അവിടെ യോജിച്ച ചില വിമർശനങ്ങൾ ഉയർന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് അത് രണ്ടു കൂട്ടരും അവിടെ പ്രസംഗിച്ച ഒരു ശ്രദ്ധേയമായൊരു കാര്യം, ഇന്നലെ പ്രധാനമായും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് കേരള മോഡൽ ഉയർത്തിക്കാണിച്ച് മുന്നോട്ട് പോകാനാണ്. കേരളം ഒരു മോഡലാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് ചൂണ്ടിക്കാണിച്ചു. അതെ, തീർച്ചയായിട്ടും. അത് രസം എന്നാൽ അത് തമിഴ്നാട്ടിൽ ഇതേ സ്റ്റാലിൻ്റെ DMKയുടെ ഒരു സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. അപ്പോൾ അവർക്കും ഇത് അംഗീകരിക്കേണ്ടി വരും. കോൺഗ്രസിനും ഇത് അംഗീകരിച്ചേ തീരൂ. കാരണം തമിഴ്നാട്ടിൽ അവരുടെ ഒരു സഖ്യകക്ഷിയാണ്, ഈ DMKയുടെ സഖ്യകക്ഷിയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്. മാത്രമല്ല ഇത് എല്ലാവരും പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ KV തോമസ് അത് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരൻ, എപ്പോൾ വേണമെങ്കിൽ നടപടിയെടുക്കാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് അദ്ദേഹം പിണറായി വിജയനെയും ഇവിടെ നടക്കുന്ന സിൽവർ ലൈൻ പദ്ധതി ഇതിനെല്ലാം തന്നെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്. നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാടുമായി കേരളത്തിന് വൈകാരികമായ ബന്ധമുണ്ട്. അവിടുത്തെ പ്രമുഖനായൊരു മതേതര നേതാവ്, അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ശരിവെച്ചിരിക്കുന്നു കേരള മോഡലാണ് ശരിയെന്ന വസ്തുത. ഏതായാലും KV തോമസിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ KPCC ആരംഭിച്ചിട്ടുണ്ട്. K സുധാകരൻ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു KV തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന്. ഒരുപക്ഷെ അതിൻ്റെ തീരുമാനമൊക്കെ വരുമായിരിക്കും. പക്ഷേ ഈ ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിലാണ് KV തോമസിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നത് എന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയം, ചർച്ചാ വിഷയമാകാൻ പോകുന്നത്, ഒരുപക്ഷെ വിവാദമാകാൻ പോകുന്നത്. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം സാഹചര്യങ്ങൾ കോൺഗ്രസിന് നല്ല സന്ദേശമല്ല നൽകുന്നത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്താൻ എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിച്ചു എന്നതാണ്. ഒപ്പം KV തോമസ് ഹൈക്കമാൻഡ് വിലക്ക് തള്ളിക്കൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. പ്രൊഫസർ KV തോമസിനെ ക്ഷണിച്ചത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഇതിൽ ചിലർ അദ്ദേഹത്തിൻ്റെ മൂക്ക് ചെത്തിക്കളിയെന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് നേതാവായിട്ട് തന്നെ പങ്കെടുക്കില്ല എന്ന് ചിലരങ്ങ് പ്രഖ്യാപിക്കുന്ന കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ഉത്കണ്ഠ ചിലരെല്ലാം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്
ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ നിലക്ക് തന്നെ ഇപ്പോഴും കോൺഗ്രസ് നേതാവായി അദ്ദേഹം പങ്കെടുക്കുകയാണ്. സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് KV തോമസ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധേയമാണ്. ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് KV തോമസ് പറഞ്ഞത്. മാത്രമല്ല, വികസന കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പലപ്പോഴും ഇത്തരം നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം അതിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വികസന കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ സെമിനാറിൽ KV തോമസ് ചൂണ്ടിക്കാണിച്ചത്. KV തോമസിന്റെ വാക്കുകൾ കേട്ട് തിരിച്ചു വരാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ. ഞാൻ മാത്രമല്ല, ഇപ്പോൾ സ്റ്റാലിനും പറഞ്ഞു കൊള്ളാവുന്നൊരു മുഖ്യമന്ത്രിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം, എനിക്ക് അനുഭവമുണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ അത് സഖാവ് പിണറായി വിജയനാണോ, അതല്ല സ്റ്റാലിനാണോ, വേറൊരു നേതാവാണോ, രാജ്യത്തിന് ഗുണകരമാണോ, സംസ്ഥാനത്തിന് ഗുണകരമാണോ? ഗുണകരമാണെങ്കിൽ ആ പ്രോജക്റ്റിനോടൊപ്പം നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നേതൃത്വം വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി, ഷീലാ ദീക്ഷിതാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി, കമൽനാഥാണ് മെട്രോയുടെ മന്ത്രി. പക്ഷെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. ഞങ്ങൾ MP-മാരും ജനപ്രതിനിധികളും ഒന്നിച്ചിരുന്നു. മെട്രോ യാഥാർത്ഥ്യമായി. സിജു, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? KV തോമസ് പറഞ്ഞ വാക്കുകൾ ചുരുക്കി. സുനിൽ, ഇന്ന് കണ്ണൂരിൽ തടിച്ചുകൂടിയ ജനസാഗരത്തിന് മുന്നിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു KV തോമസ്. നേരത്തെ വിലക്കേർപ്പെടുത്തിയ AICCയെയും അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനും കൃത്യമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. വളരെയധികം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ വേദിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് KV തോമസിന്റെ പ്രസംഗം തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് നേരത്തെ തന്നെ നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഈ പ്രസംഗത്തിനിടെ KV തോമസ് കൃത്യമായി വായിച്ചു. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉപദേശം അദ്ദേഹം നൽകി. രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താൻ ഈ സെമിനാറിൽ പങ്കെടുത്തത് അംഗീകരിക്കണം, ഇത്തരം പൊതുവേദികളെ ഉപയോഗിക്കണം എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് താൻ ഈ സെമിനാറിൽ പങ്കെടുത്തത് നന്നായി എന്ന് മനസ്സിലാകുമെന്നും KV തോമസ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് MP-മാർ നിശബ്ദത പാലിക്കുന്നു, കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ പോലും നേടിയെടുക്കുന്നതിന് അവർ ശ്രമിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനത്തിൽ ഊന്നിക്കൊണ്ട് KV തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചു. അതോടൊപ്പം തന്നെ വികസന കാര്യത്തിൽ എതിർപ്പുകൾ പാടില്ല എന്ന തരത്തിൽ കേരള സമരത്തെ തള്ളിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. വികസനം നാടിന് ഗുണകരമാണെങ്കിൽ അതിനെ പൂർണ്ണമായും പിന്തുണക്കാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് ഞാൻ കേരളിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് KV തോമസ് ഈ യോഗത്തിൽ കൃത്യമായി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായ ഒരു സന്ദേശമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും നൽകുന്നത്. സ്റ്റാലിൻ ഒരു വികസന പദ്ധതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അത് ഗുണകരമാണെങ്കിൽ അതിനെ പിന്തുണക്കും, ജനങ്ങളും പിന്തുണക്കും. എന്നാൽ കേരളത്തിൽ പിണറായി വിജയൻ ഒരു വികസന പദ്ധതി കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മാത്രമാണ് പിണറായി വിജയനോടൊപ്പം ഉള്ളത് എന്നാണ് KV തോമസ് പറഞ്ഞത്. ഈ സെമിനാറിൽ പങ്കെടുത്തതിൽ വളരെ അഭിമാനമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായും KV തോമസ് തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വിലക്ക്, AICC ഏർപ്പെടുത്തിയ വിലക്കും അതോടൊപ്പം തന്നെ KS സുധാകരന്റെ. സിജു, വളരെയധികം നന്ദി. ഏതായാലും രാജേന്ദ്രൻ, ഇന്ന് മുഖ്യമന്ത്രിയും ഒപ്പം KV തോമസും ചൂണ്ടിക്കാണിച്ചത് വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം. കേരളത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താനാണ് പലപ്പോഴും കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. KV തോമസ് ചൂണ്ടിക്കാണിച്ചത് നെഹ്റുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ഒക്കെ തന്നെ വികസന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു യോജിപ്പുണ്ടായിരുന്നു. ആ യോജിപ്പ് ഇന്നില്ല. അല്ല, KV തോമസ് മുന്നോട്ട് വെച്ചത് സിൽവർ ലൈൻ പദ്ധതിയൊക്കെ വലിയ ചർച്ച. KV തോമസ് മുന്നോട്ട് വെച്ചത് വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ കോൺഗ്രസ് പുലർത്തുന്ന വികസനവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞു, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കാര്യം പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതേപോലുള്ള സമാനമായ വികസന പദ്ധതികൾ വന്നപ്പോൾ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ ഈ കോൺഗ്രസും എല്ലാം തന്നെ യോജിച്ച് നിന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനത്തിന് വികസിക്കാൻ സാധിക്കൂ.
ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതാണ് ആ കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇതിനെ കേരള മോഡൽ എന്ന് എല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത്. ആ കേരള മോഡലാണ് ഇന്നിപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു വികസന മാതൃകയായി കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഈ സമ്മേളനത്തിൽ CPIM ഒരു രാഷ്ട്രീയ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ഒരു വിശാല വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ KV തോമസ് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നം എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് ഒരു പുതിയ ഒരു മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ഭാഗമായി രാജ്യത്ത് ഉയർന്നു വരുന്നൊരു വികസന സങ്കല്പമുണ്ട്. അതിന് അദ്ദേഹം പിന്തുണയ്ക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് വരും നാളുകളിൽ അത് ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. എന്താണ് ഒരു ബദൽ വികസനം, എങ്ങനെയായിരിക്കണം ഈ നവോദാരവൽക്കരണ കാലത്തിലെ ഒരു വികസനം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ഇന്നിവിടെ പങ്കുവച്ചത്. ഇന്ന് സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അതിനെ എതിർക്കുക എന്ന ഒറ്റ നിലപാടിലേക്ക് പ്രതിപക്ഷം പോകുന്നു. അതൊക്കെയാണ് KV തോമസ് ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ കണ്ണൂർ മാനിഫെസ്റ്റോയുടെ അടുത്ത ഭാഗത്തിൽ തീർച്ചയായും പരിശോധിക്കുന്നത് ഇന്ന് 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകൾ സംബന്ധിച്ച് തന്നെയാണ്. വലിയ ആവേശം തന്നെയാണ് കണ്ണൂരിൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നൂറുകണക്കിന് ആളുകളാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഈ ആവേശത്തിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിച്ചേരുന്നത്. PV കുട്ടൻ ചേരുന്നു. PV കുട്ടൻ, സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. നാളെയായിരിക്കും പ്രകാശ് കാരാട്ട് അതിന് മറുപടി പറയുക. സുനിൽ, ഇന്ന് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്നത്തെ സെഷൻ 8 മണിക്ക് അവസാനിക്കും. കേരളത്തിൽ നിന്ന് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത് KN ബാലഗോപാൽ, അതോടൊപ്പം തന്നെ P സതീദേവി, CS സുജാത എന്നീ 3 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി ചർച്ച പൂർത്തിയാകും. നാളെ രാവിലെ പ്രകാശ് കാരാട്ട് ഈ സംഘടനാ റിപ്പോർട്ടിന്മേൽ വന്ന ചർച്ചയ്ക്ക് മറുപടി പറയും. സംഘടനാ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാതൽ എന്നുള്ളത് പാർട്ടി ദുർബലമായ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ. ആ മേഖലയിൽ പാർട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിനകത്ത് പ്രകാശ് കാരാട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയാണ് ഈ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് അതിന് ശക്തിപ്പെടുത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് ഈ പാർട്ടി ദുർബലമുള്ള പ്രദേശങ്ങളിലെ സംഘടനാ സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്തണം, വർഗവിഭജന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും. അതെ, പശ്ചിമ ബംഗാൾ, ത്രിപുര, പിന്നീട് അവിടെ കുറച്ച് അല്പമെങ്കിലും സ്വാധീനമുണ്ട്. നേരത്തെ ഉണ്ടായ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്, തിരിച്ചു പിടിക്കണം. പക്ഷേ തീരെ സ്വാധീനമില്ലാത്ത കേന്ദ്രങ്ങളിൽ ഈ കർഷക സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതൊക്കെ മുതലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വളരെ കാതലായ നിർദ്ദേശങ്ങൾ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഊന്നിക്കൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രതിനിധികൾ അങ്ങോട്ടും വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ പ്രകാശ് കാരാട്ട് മറുപടി പറയും. അതിനുശേഷം പുതിയ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കും. ഇതാണ് നാളത്തെ നടപടിക്രമങ്ങൾ. നാളെ ഉച്ചയോടുകൂടി തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ അവസാനിക്കും. സുനിൽ, എന്തായാലും വലിയ ആവേശത്തിൽ കണ്ണൂർ മുന്നോട്ട് പോകുന്നു. നാളെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് PB അംഗം പ്രകാശ് കാരാട്ട് മറുപടി നൽകും. അതിനുശേഷം കുട്ടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് നീങ്ങും. ഏതായാലും അടുത്ത 3 വർഷത്തേക്ക് പാർട്ടിയെ, സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം, ആവശ്യമായ തിരുത്തലുകൾ വരുത്തി എങ്ങനെ പാർട്ടിയെ, സംഘടനയെ സംസ്ഥാനങ്ങളിൽ ശക്തമാക്കാം, കേരള മോഡൽ ഉയർത്തി കാണിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം, ഇക്കാര്യത്തിലൊക്കെയാണ് വിശദമായ വിലയിരുത്തൽ നടക്കുന്നത്. ഏതായാലും ഇനി എല്ലാവരും ഉറ്റുനോക്കാൻ പോകുന്നത് പുതിയ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ജനറൽ സെക്രട്ടറി തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഒപ്പം നാളെ വൈകുന്നേരം നടക്കാൻ പോകുന്ന സമാപന സമ്മേളനത്തിൽ തന്നെയാണ്. ഏതായാലും ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നൂറുകണക്കിന് ആളുകൾ ഈ രാത്രിയിലും ഈ സമ്മേളന നഗരിക്ക് സമീപം കാത്തുനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്നോടൊപ്പം ശരത്തുണ്ട്. ശരത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് മുഴുവൻ ഇവിടുത്തെ ഒരു ആവേശം? അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 4 ദിവസമായി പാർട്ടി സമ്മേളനം ഇവിടെ നടക്കുന്നു. ആ രീതിയിലുള്ള ഒരു ആവേശം എന്ന് പറയുന്നത് ഈ 4 ദിവസവും ഒരേപോലെ ആളുകൾ, വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തുന്നു. കണ്ണൂർ അക്ഷരാർത്ഥത്തിൽ ചുവന്ന് തുടുത്തിരിക്കുന്നു എന്നും തന്നെ പറയാം. കാരണം വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, അത് കേരളത്തിൽ നിന്ന് മാത്രം. നാളെ എവിടെയാണ് ഈ സമാപന സമ്മേളനം? സമാപന സമ്മേളനം ഇവിടെ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ വലിയൊരു അവിടെ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ പ്രതീക്ഷിക്കും. കാരണം കഴിഞ്ഞ ദിവസം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ആ സ്റ്റേഡിയം? ലക്ഷക്കണക്കിന് ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിലും കൂടുതൽ ആളുകൾ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഡിയത്തിന് പുറത്തേക്കും ആളുകൾ, വലിയൊരു ജനക്കൂട്ടം സ്റ്റേഡിയത്തിന് പുറത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം 4 ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള ആവേശം, അത് പാർട്ടി സഖാക്കളുടെയും അതേപോലെ തന്നെ ഇത് കാണാനെത്തുന്ന പാർട്ടിക്കാർ മാത്രമല്ല, അതിന് പുറമെയുള്ള ബഹുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത് വലിയ കൗതുകത്തോടെ അവർ കാണുന്നുമുണ്ട്. എന്തായാലും 10 ലക്ഷം പേരെങ്കിലും ഈ സമ്മേളനത്തിൽ, സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സമാപന സമ്മേളനം നടക്കുന്ന ജവഹർ സ്റ്റേഡിയത്തിൽ അത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ നിറഞ്ഞു കവിയും ജനകടലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എവിടുന്നാണ് വരുന്നത്? കുന്നംകുളത്തുനിന്നാണ് വന്നത്. ഞങ്ങൾ ബ്രാഞ്ചിൽ നിന്ന്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ? സൂപ്പറാണ്. ആവേശം ഫുള്ളായിട്ട് തരുന്ന, പരമാവധി ആവേശം.
ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളനത്തിന്റെ ഭാഗമാകാൻ, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമാകാൻ നിരവധി പേർ എത്തിയിരിക്കുന്നു. വലിയ ആവേശം കണ്ണൂരിൽ തുടരുന്നു. കണ്ണൂർ മാനിഫെസ്റ്റോ ഇവിടെ അവസാനിക്കുന്നു.